നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ വൈബിനൊത്ത ഒരാളെ നമുക്ക് കിട്ടുക എന്നുള്ളത് കേട്ടോ. പണ്ട് 90s കിഡ്സിൻ്റെ എല്ലാവരും ഒരു നൊസ്റ്റാൾജിയ ആയിരിക്കും. മാങ്ങയൊക്കെ പറിച്ച് നേരെ ഉപ്പുമായിട്ട് കയറി മാവിൻ്റെ മുകളിൽ തന്നെ ഇരുന്ന് കഴിക്കുക എന്നൊക്കെ. ഞാനൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആമപ്പാറയിൽ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു മരം കണ്ടപ്പം കയറാൻ നല്ല പാകത്തിനുള്ള മരം. അപ്പോൾ എനിക്കൊന്ന് കയറണം. അപ്പോൾ എൻ്റെ കെട്ടിയാൻ പറഞ്ഞാൽ നീ ധൈര്യമായിട്ട് കയറാൻ പറഞ്ഞു. പിന്നെ നമ്മൾ നോക്കിയിരുന്നില്ല, അങ്ങ് കയറി. ഇവിടെയാണ് കേട്ടോ നമ്മൾ വന്നത്. ഈ ആമപ്പാറ കഴിഞ്ഞിട്ട് പീറ്റർ റോക്സ് എന്ന് പറയുന്ന ആ റോക്സിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ കേട്ടോ. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളി. ഞാൻ ഈ നാട്ടിലാണെങ്കിലും ഇവിടെ ഒന്നും ഞാൻ വന്നിട്ടില്ല കേട്ടോ. എൻ്റെ ബ്രദർ ഓഫ് റോഡ് അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അവൻ എപ്പോഴും പറയും നമുക്ക് പോകാമെന്ന്. പക്ഷെ ഞങ്ങൾ ഈ ഒരു ദിവസത്തേക്ക് അവിടെ എത്തുമ്പോൾ ഇതിനൊന്നും നേരം കിട്ടാറില്ല. ഇന്നിപ്പം പെരുന്നാളായിട്ട് 2-3 ദിവസം ഉള്ളതുകൊണ്ട് നമ്മളെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരെയും കൂട്ടി ഞങ്ങളങ്ങ് ആമപ്പാറയിലേക്ക് പോയി. ഇതിപ്പോൾ നമ്മൾ ആ ഓഫ് റോഡ് പോകുന്ന കേട്ടോ. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഓഫ് റോഡ് പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി കേട്ടോ. അവിടെ വന്നിട്ട് നല്ല കിടിലം പാറയുടെ മുകളിൽ കൂടെയൊക്കെ ബ്രദറാട്ടോ വണ്ടി ഓടിക്കുന്നത്. പിന്നെ ആമിക്കുട്ടി ഫ്രണ്ടിലിരുന്നു, നമ്മുടെ ഫ്രണ്ട് പ്രദീപേട്ടനും ഫ്രണ്ടിലുണ്ട്, സന്ധി ചേച്ചി, നമ്മളെല്ലാം ബാക്കിലാണ് കയറി. ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. എന്നാൽ നമുക്ക് പേടിയുണ്ട് കേട്ടോ. പക്ഷേ അത്രയ്ക്ക് സ്പീഡിലുമാണ്. അടിപൊളി ഒരു ഓഫ് റോഡ് തന്നെയാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഓഫ് റോഡും ഇങ്ങനത്തെ അഡ്വഞ്ചർ ട്രിപ്പൊക്കെ താല്പര്യമുള്ളവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനെ നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രാമക്കൽമേട് ആണെന്നുണ്ടെങ്കിൽ രാമക്കൽമേട് അങ്ങ് വരെ കയറിപ്പോയാലേ നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഓഫ് റോഡിൽ പോയിട്ട് കുറച്ചൊന്ന് നടന്നാൽ ഒരു ഇത്തിരി നടക്കാനേ കാണുള്ളൂ. അങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്നു പോയാലും നമുക്ക് ആ രാമക്കൽമേടിൽ നിന്ന് കാണുന്ന സെയിം വ്യൂ, അതായത് ഒരു ഫ്ലൈറ്റ് വ്യൂ എന്ന് പറയാം. 3000 അടി സീ ലെവലിൻ്റെ താഴെ നിന്ന് നമുക്കുള്ള ആ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഉള്ള സെയിം വ്യൂ ആണേ. അപ്പോൾ അവിടെ താഴെ കൂടെ ഒരു റോഡ് കാണുന്നുണ്ട് കണ്ടോ, ചെറുതായിട്ടൊരു വര പോലെ. നമ്മൾ ഇതിൻ്റെ അന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു, അടിവാരം എന്ന് പറയും. അവിടെ പോയിട്ട് നമ്മൾ ഈ റോക്ക് താഴെ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. പിറ്റേ ദിവസം നമ്മളത് നേരെ മുകളിൽ നിന്നും കാണാൻ പറ്റി. അന്ന് ബ്രദറാണ് പറഞ്ഞു തന്നത്, ഇവിടെ നിന്ന് നോക്കിയാലാണ് നമുക്ക് ആ താഴത്തെ വ്യൂ കാണാൻ പറ്റുന്നത്, അതാണെന്നൊക്കെ ഞങ്ങൾ അവിടെ പോയി നിന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പിങ്സും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ ഇത് ആമപ്പാറ കഴിഞ്ഞിട്ടാണ്. അപ്പം ആമപ്പാറയുടെ ഇത് നമ്മൾ അടുത്ത പാട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമേ. ആണ് നമ്മൾ ആ മുകളിൽ നിന്ന് ഫോട്ടോ എടുത്തത്, ആ വീഡിയോ എടുത്ത ആ ഒരു റോക്ക് വരുന്നത്. അത് നമ്മൾ താഴെ അടിവാരത്ത് നിന്ന് നോക്കിയതിൻ്റെ ഒരു വിഷ്വൽസാണ് ഇത്. അത് നമ്മൾ ഇതിൻ്റെ അന്ന് ഫാമിലി ആയിട്ട് തമിഴ്നാട് നമ്മളെല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്